ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ ദിവസമായി നമ്മൾ കേക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊന്നും എടുക്കാതെ ഫാമിലിയിലും നാട്ടിലും ഒക്കെ ആയിട്ട് വീട്ടിലും ഒക്കെ ആയിട്ട് ഫങ്ഷനും മറ്റു തിരക്കുകളും കുറച്ച് മടിയും ഒക്കെ കൂടിയിട്ട് കുറേ ദിവസമായില്ലേ കേക്ക് ചെയ്യാത്ത. അപ്പോൾ അതിനനുസരിച്ച് കേക്കിൻ്റെ കാര്യങ്ങൾ എന്നെ തിരിച്ച് ഒരു പണി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ ദിവസം ചെയ്യാത്തത് കൊണ്ടായിരിക്കും കുറച്ചൊരു മടിയും വിട്ടു മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയത്തിലാണ് ഞാനുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ കുറേ ദിവസത്തിന് ശേഷം ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ തന്നെയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ മോനിക്ക് വേണ്ടിയിട്ടാട്ടോ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് സ്കൂളിലേക്കും പിന്നെ വീട്ടിൽ അവർക്ക് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ടിൻ സൈസും കാര്യങ്ങളൊക്കെ പറയാം. അതിനിടയിൽ ഒന്ന് മൈൻഡ് കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറി ഒന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ഈ ഒരു രീതിയിൽ പ്ലെയിൻ ആയിട്ട് കഴിച്ചു, പിന്നെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിച്ചു. അപ്പോൾ കുറേ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കഴിക്കുമ്പോൾ നല്ലൊരു പുളിപ്പും മധുരവും ആ ഒരു ചോക്ലേറ്റിൻ്റെ സ്വീറ്റ്നെസ്സും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ദിവസം ഞാൻ കേക്ക് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല, നന്നായിട്ട് പക വീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ടിൻ സൈസ് എന്ന് പറയുന്നത് 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 1 kgൻ്റെത് 1.5 ആക്കിയിട്ടും 1.5 kgൻ്റെത് 2 kg ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അതായത് ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് 2 kg വലുപ്പത്തിൽ ചെയ്യുന്നതാട്ടോ. 10 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ചെയ്തത് 2.5 കിലോയുടെ കേക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് 10 ഇഞ്ചിൻ്റെ ടിന്നിൽ 1.5 8 ഇഞ്ചിൻ്റെ ടിന്നിൽ 1 kgയുടേതും ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടലി 2.5 kg. അപ്പോൾ അതിനെ വലുപ്പത്തിലാക്കിയിട്ടാണ് കേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേക്ക് 2 kg വലുപ്പത്തിലാണ് നമ്മൾ 10 ഇഞ്ച് ടിന്നെടുത്തു, 12 ഇഞ്ചിൻ്റെ ബേസ് കൊടുത്തു. അപ്പോൾ കുറേ നമ്മുടെ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സും കുഞ്ഞ് ബേക്കേഴ്സും, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ചോദിക്കാറുണ്ട്, ടിൻ സൈസ് പറയണം, ബേസിൻ്റെ സൈസും ബോക്സിൻ്റെ സൈസും ഒക്കെ പറയണേ, നമുക്കതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയാസും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ടിൻ സൈസിനെ കുറിച്ചും ബേസ് ബോക്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഏത് കേക്കിന് എത്ര ഇഞ്ച് എടുക്കണം, 1 kgക്ക് എത്ര എടുക്കണം, 1/2 kgക്ക് എത്ര എടുക്കണം, 2 kg 2.5 ഇതുപോലെ ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എടുക്കണം, ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന കേക്ക് എത്ര പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ സംശയങ്ങളും കുറേ ക്വസ്റ്റ്യനായിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ ആ വീഡിയോസ് എടുത്ത് കണ്ടു നോക്കാം. ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് മെസ്സേജ് കമൻറ്റിൽ പിൻ ചെയ്തിട്ട് വെക്കാം ആ ഒരു നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തണേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അത്ര വലിയ പണിയും മെനക്കേടൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തു. 12 ഇഞ്ച് ബേസാണ്, 10 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു 2 ലെയറിലായിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാടല്ല കേട്ടോ, ആവശ്യത്തിന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസ് കട്ട് ചെയ്തതും ടേസ്റ്റ് എക്സ്ട്രാ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മേഡും കൂടെ ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തു. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെക്കൻഡ് ഐസിങ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു കേക്ക് ഞാൻ ചെയ്തു, അത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അതിന് ശേഷം ഈ ഒരു കേക്കും കൂടെ ഐസിങ് ചെയ്യുന്ന സമയം കൊണ്ട് ആ ഒരു കേക്ക് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ആ സെറ്റായതിന് ശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് ഐസിങ് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സാണ് കൂടുതൽ സംശയമായിട്ട് വരുന്നത്, എന്തിനാണ് ഈ ഫ്രീസറിൽ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നതെന്ന്. ഫ്രീസറിൽ സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ കുറേ സമയം വെക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഫ്രീസറിലും ഫ്രിഡ്ജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫ്രീസർ ആകുമ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കിട്ടും. എന്നാൽ നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ അത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്താലേ കറക്റ്റ് ആ ഒരു തണുപ്പ് കേക്കിലേക്ക് തട്ടുള്ളൂ. കേക്കിലേക്ക് നന്നായിട്ട് തണുപ്പ് കിട്ടി ക്രീം ഒന്ന് ടൈറ്റായിട്ട് സെറ്റായിട്ട് ആ ക്രംസിനെ അനക്കം തട്ടാത്ത രീതിയിൽ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഐസിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രംസ് നമ്മൾ സെക്കൻഡ് ഐസിങ്ങിൻ്റെ ക്രീമുമായിട്ട് സ്പ്രെഡ് ആവില്ല. ആ ഒരു ക്രീമും സെക്കൻഡ് ഐസിങ്ങും ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ
കേക്ക് സെറ്റ് ആവാത്ത കേക്ക് ആണെന്നുണ്ടെങ്കിൽ ക്രംസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ സെക്കൻഡ് ഐസിങ്ങിൻ്റെ ഇടയിലും നമ്മളിങ്ങനെ ആ ഓരോ കേക്കിൻ്റെ പൊടിയും ഇങ്ങനെ തോണ്ടി തോണ്ടി കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ക്രീപ്പറിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു പൊടി അതിലേക്ക് ആയതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി. കേക്കിൻ്റെ ക്രംസ് തന്നെയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ല. ഇതേപോലെ ഒരുപാട് ക്രംസ് വരാതിരിക്കാനാണ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ സംശയം തീർന്നില്ലേ? അപ്പോൾ കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളർ. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ യെല്ലോ, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ, ഓറഞ്ച് ഷെയ്ഡ്, അങ്ങനെ പല കളേഴ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം സ്ക്രേപ്പ് ചെയ്ത് ഷാർപ്പഡ്ജൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ലൈൻസ് കൊടുത്ത് അവരെ ആ ഒരു ഡ്രസ്സിലും ലൈൻസാണ് കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ലൈൻസും കളർ മിക്സിങ്ങും ഒക്കെ ആയിട്ട് ആ ഒരു കളർ മിക്സിങ് എന്തായാലും കിട്ടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ആദ്യം ചെയ്ത് നോക്കിയത്. അപ്പോൾ ചെയ്ത സമയത്ത് എനിക്കെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു രസം കിട്ടാത്ത പോലെ. അത് വീണ്ടും കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഓരോ കളേഴ്സും ഇതുപോലെ ചെറിയ നൈഫാട്ടോ, പാലറ്റ് നൈഫ്. അപ്പോൾ ആ ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് ലൈൻസ് കൊടുത്തു. നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ പൈപ്പിംഗ് ബാഗൊക്കെ മെനക്കെട്ട് അതും നമുക്ക് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ആക്കണ്ട, ഇതുപോലെ ആകുമ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ലൈൻസ് പോലെ കിട്ടും. ഇനി ഇതിനെ നമുക്ക് സ്ക്രേപ്പ് ചെയ്തിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ആദ്യം ഓയിൽ ബ്രഷ് ചെറുങ്ങനെ ജസ്റ്റ് ചെയ്തു. പിന്നെ അത് വേണ്ട, പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലൈൻസ് കൊടുത്തു. അപ്പോൾ അവിടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു, ആ ഒരു പാലറ്റ് നൈഫിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് പിന്നീടാട്ടോ ചിന്തിച്ചേ. അപ്പോൾ കേക്കിന് കുറേ നാളായിട്ട് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ദേഷ്യമാണോ പകയാണോ എന്താണെന്ന് അറിയില്ല. കേക്ക് തന്നെ എന്നോട് പറഞ്ഞു, എനിക്കിട്ട് പണി ഞാൻ തന്നേക്കാന്ന്, കുറേ ദിവസമായില്ലേ നീയൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കാത്തേ എന്നൊരു ചോദ്യം അത് ചോദിച്ചിട്ടുണ്ടാവാം. അതായിരിക്കും എനിക്കിങ്ങനെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ തോന്നി, ഓരോ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം ഓയിൽ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രീപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് വേണ്ട, നമുക്ക് പാലറ്റ് നൈഫ് എടുത്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ആ ഒരു കളർ കോമ്പിനേഷൻ വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ചെയ്ത സമയത്ത് വീണ്ടും എനിക്ക് എന്തോ ഒരു വേണ്ട, ഈ ഡിസൈനും വേണ്ട കേട്ടോ എന്നുള്ള ഒരു തോന്നൽ വന്നു. ഇവിടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു, അവരുടെ ഡ്രസ്സിൻ്റെ ഏകദേശം കറക്റ്റ് മാച്ചിങ് കളർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മൊത്തം എടുത്ത് കളഞ്ഞ് സ്ക്രേപ്പ് ചെയ്ത് ആ ഒരു ഫുൾ മിക്സിങ് ആക്കിയിട്ടുള്ള കളറാക്കിയിട്ട് കൊടുത്തു. പിന്നെ ആ ഒരു ക്രീം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഫുള്ളായിട്ടും ഓരോ സൈഡിലായിട്ട് ഓറഞ്ച്, ബ്ലൂ, ഗ്രീന് അങ്ങനെ എല്ലാ കളേഴ്സും ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ ഫ്ലവേഴ്സ് സൈഡിലൊക്കെ ആയിട്ട് കുഞ്ഞു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫ്ലവേഴ്സും വരച്ചു. ആ ഒരു ഓറഞ്ചാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. കാരണം ആ ഒരു ഡ്രസ്സിൽ ഓറഞ്ച്, ആ ഒരു പീച്ച്, ആ ഒരു ഷെയ്ഡ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡ് തന്നെ കുറച്ച് ഹൈലൈറ്റ് എടുത്ത് കൊടുത്തു. ഇത്രയും കൊടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു നിൽക്കട്ടെ ഈ ഒരു ഡിസൈൻ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് മോഡലൊന്നും ഇല്ല, പിന്നെ കുറേ ദിവസം ചെയ്യാത്ത ചെറിയൊരു മടിയുടെ അസുഖം ഒക്കെ കൂടിയിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ് കുറേ ദിവസം ആയിട്ടോ കേക്ക് ചെയ്യാത്ത കുറേ ഓർഡേഴ്സൊക്കെ ഒഴിവാക്കി വിട്ടു. ചിലതൊക്കെ അത്യാവശ്യം വന്നതൊക്കെ അവർക്ക് വേറെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ചിലത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസും എഡിറ്റിങ്ങും ഒന്നും ചെയ്യാതെ നിന്ന് പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മളെ സ്റ്റുഡൻസ് എപ്പോഴാണ് എന്നെ എടുത്തിട്ട് ഓടിക്കുന്നതെന്ന് അറിയില്ല. അവരോടും ഞാൻ കുറച്ച് ദിവസം ഡിലേ ആക്കി, അവരോട് ഓൾറെഡി പറഞ്ഞു ഡിലേ ആക്കി. ഓഫ്ലൈനിലെ സ്റ്റുഡൻസിനോടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ എന്നെല്ലാം പറഞ്ഞ് എല്ലാം അങ്ങ് പറഞ്ഞ് ഒപ്പിച്ചു. അപ്പോൾ അത് കുറച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് തന്നെ മുകളിൽ ആ സെയിം കുഞ്ഞ് സ്റ്റാർ നോസിൽ വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് രണ്ട് സൈഡിലും എൽ ഷേപ്പിൽ ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് വലിക്കുന്ന ഡിസൈൻ കൊടുത്തു. എന്നിട്ട് അതേ ക്രീം നോസിൽ മാറ്റിയിട്ട് ലീഫ് നോസിലാട്ടോ രണ്ടാമത് ഞാൻ താഴെ ഇട്ടിട്ടുള്ളത്. ആ താഴെ ഇട്ടിട്ട് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ റാ വരച്ചിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ കുത്തനെ പിടിച്ചിട്ടാണ് താഴത്തെ ആ ഡിസൈനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഡിസൈനൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും എനിക്ക് എന്താ പറയണ്ടേ പ്രാന്ത് എന്നല്ലാതെ അത്രയും ചെയ്തതിന് ശേഷം മതി വെച്ചാൽ അതിന് അതും വേണ്ട. ആ ഒരു ഡിസൈനും ഒഴിവാക്കിയിട്ട് അവരുടെ ഡ്രസ്സിൽ കുറച്ചും കൂടെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡല്ലേ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇത് ഫുള്ളായിട്ട് ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓറഞ്ച് ഷെയ്ഡ് ഞാൻ
വലിയ സ്റ്റാർ നോസിലിൻ്റെ അകത്ത് ഇട്ടിട്ട് വലിയ 3 ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തു. കാരണം അതിൽ കൂടുതലും ആ ഡ്രസ്സിൽ ഓറഞ്ചാണ് ഫ്രണ്ടിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, പിന്നെ വൈറ്റും. അപ്പം ഞാൻ ആ ഒരു ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഒരു ഫ്ലവേഴ്സും ഡോട്ട്സും ഒക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ മതി, ഇതിപ്പോൾ കറക്റ്റായി, ഇന്ന് ഏകദേശം ഒരു ഉറപ്പായി. പിന്നെ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇത് അനിയത്തിക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ മോളാട്ടോ, അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ഡൗട്ട് കൊണ്ട് ഞാൻ അവൾക്കിട്ട് മെസ്സേജ് അയച്ചു. ഈ ഒരു ഫോട്ടോ ഇത്ര മാത്രമാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എടി കളർ മിക്സിങ് ഇഷ്ടപ്പെട്ടിന, ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിന, ഇത് മതിയാ അല്ലെങ്കിൽ മാറ്റണോ? അപ്പോഴേക്കല്ലേ ഞാൻ വിചാരിച്ചു, ഷോ അവളിങ്ങനെ പറയുന്നത് അടിപൊളിയായിന് കേട്ടാ. ഞാനാകെ കൊളായിന്ന് വിചാരിച്ച് നിൽക്കുന്ന സംഭവം അവൾ പറയുക അടിപൊളിയായിന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കി അങ്ങ് ഡിസൈനും ചെയ്തിട്ട് അങ്ങ് കൊടുത്ത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തതാണ്. ആ ഡ്രസ്സിൻ്റെ കളർ ഏകദേശം മാക്സിമം അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡ്രസ്സിന് പലതരം കളേഴ്സ് മിക്സിങ് ആക്കിയിട്ട് ആ ഒരു രീതി ആയതുകൊണ്ട് സൈഡിൽ കൊടുത്ത ബോർഡറും മുകളിൽ കൊടുത്ത ബോർഡറും ഒക്കെ മാച്ചിങ് ആയിട്ട് കിട്ടീന്. അപ്പോൾ ആ ഒരു ഓറഞ്ച് ഷെയ്ഡും വൈറ്റും ഒക്കെ ലാസ്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിമ്പിളാണെങ്കിലും അവൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്കും അതിനേക്കാൾ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ.